77-ാമത്തെ സങ്കീർത്തനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് കൊണ്ടുവരാം. തകർന്ന ഹൃദയത്തോടു കൂടെ, നിരാശയുടെ ശബ്ദത്തോടു കൂടെ, സ്തോത്രം, ദൈവസന്നിധിയിൽ ആമേൻ ഉണർത്തിച്ച ചില വചനവാക്യങ്ങളാണ് ഇന്നിവിടെ വായിച്ചത്. ആമേൻ. 77-ാം സങ്കീർത്തനം 7, 8, 9 വാക്യങ്ങൾ വായിക്കാം. മതി. പ്രതിസന്ധികളുടെ നടുവിൽ സകലരും മാറിപ്പോകുമ്പോൾ അവസാനമായി മനുഷ്യൻ എത്തിപ്പിടിക്കുന്നതാണ് ദൈവത്തെ. അവിടെയും മറുപടി വൈകുന്ന സമയത്ത് ഒരു വ്യക്തിയുടെ ഉള്ളിൽ നിന്ന് ഉയരുന്ന ചില ചോദ്യങ്ങളാണ്: കർത്താവ് എന്നേക്കും തള്ളിക്കളയുമോ? മനുഷ്യൻ എന്നെ തള്ളി, എൻ്റെ സാഹചര്യങ്ങളൊക്കെ എന്നെ തള്ളി, പക്ഷെ ദൈവം എന്നെ തള്ളുമോ? സ്തോത്രം. ഇന്ന് ഇതുപോലെയുള്ള ചോദ്യങ്ങളുമായി ആരെങ്കിലും ഈ ആരാധനയിൽ, ഓൺലൈനിലായി ഒക്കെ ഈ ആരാധനയിൽ സംബന്ധിക്കുന്നവർ ദൈവം എന്നെ തള്ളിക്കളഞ്ഞോ എന്നുള്ള ചോദ്യത്തുമായി ഇരിക്കുന്നെങ്കിൽ നിങ്ങളോടുള്ള ദൈവത്തിൻ്റെ ശബ്ദമാണ് ഇന്ന് പകൽ നമ്മൾ കേൾക്കാൻ പോകുന്നത്. ദൈവം ഇനി ഒരിക്കലും എനിക്ക് അനുകൂലമായിരിക്കുകയില്ലയോ? കർത്താവിൻ്റെ വാഗ്ദത്ത വചനമൊക്കെ മാറിപ്പോയോ? വചനത്തിൻ്റെ ശക്തി കുറഞ്ഞു പോയോ? സ്തോത്രം. യഹോവ നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആര് എന്നുള്ള ദൈവത്തിൻ്റെ വചനമുണ്ട്. പക്ഷേ ഇവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്: ആമേൻ, ഒരിക്കലും ദൈവം എനിക്ക് അനുകൂലമായിരിക്കുകയില്ലയോ? ദൈവം അനുകൂലമായിരിക്കേണ്ട ദൈവം എനിക്ക് പ്രതികൂലമായോ? ദൈവത്തിൻ്റെ ദയ സദാകാലത്തേക്കും പോയോ? ദയാസാഗരമാണ് ദൈവം. ദയയുടെ കടൽ എന്നാണ് ദൈവത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ആ ദൈവം എന്നോട് ദയ കാണിക്കാതെ വണ്ണം ദൈവത്തിൻ്റെ ദയ സദാകാലത്തേക്കും പോയോ? അവൻ്റെ വാഗ്ദാനം എൻ്റെ തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യത്തില്ലേ? എൻ്റെ തലമുറകൾ ഇന്ന് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടിൻ്റെ നടുവിൽ തലമുറയുടെ മേൽ വെളിപ്പെടാതെ നിൽക്കുന്ന ദൈവത്തിൻ്റെ വാഗ്ദത്തം ഒരു പരിധി കൊണ്ട് നിന്നുപോയോ? അതെൻ്റെ തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയില്ലേ? ആമേൻ. എൻ്റെ കുഞ്ഞിനോടുള്ള ദൈവിക വാഗ്ദത്തങ്ങളുണ്ട്. അതെൻ്റെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപ് ദൈവം എന്നോടും എൻ്റെ തലമുറയോടും പറഞ്ഞ വാഗ്ദത്തങ്ങളുണ്ട്. ആ വാഗ്ദത്തങ്ങളൊന്നും അവൻ ഇല്ലാതെയായി പോകുമോ? ദൈവം കൃപ കാണിപ്പാൻ മറന്നിരിക്കുന്നുവോ? അവൻ കോപത്തിൽ തൻ്റെ കരുണ അടച്ചു കളഞ്ഞോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിൻ്റെ അർത്ഥം ഇങ്ങനെയൊക്കെ ചില സാഹചര്യം വരുമ്പോൾ ദൈവം കോപിച്ചോ എന്നോട്? പ്രൈസ് ദി ലോർഡ്. ദൈവം കോപിക്കത്തക്ക നിലയിൽ എന്തെങ്കിലും എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയോ? ഇതൊക്കെയാണ് ദൈവത്തിൻ്റെ ഭക്തൻ ഈ സങ്കീർത്തനത്തിൽ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഇവിടെ ഉന്നയിക്കുന്ന, ആമേൻ, ചില വേദനയുടെ വാക്കുകളാണ്, സംശയത്തിൻ്റെ ചില ചോദ്യങ്ങളാണ്, ആമേൻ, ഇന്നിവിടെ ഈ സങ്കീർത്തനത്തിൽ വായിച്ചത്. സ്തോത്രം. ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ നമ്മുടെ കുടുംബത്തിലും നമ്മളിലും നമ്മുടെ തലമുറകളിലൊക്കെ കാണുമ്പോൾ, സ്തോത്രം, കർത്താവേ, നിൻ്റെ വാഗ്ദാനം എത്രയോ ശ്രേഷ്ഠമാണ്. അതെന്താണ്? എൻ്റെ കുഞ്ഞിൽ നിറവേറാതെ എൻ്റെ കുടുംബത്തിൽ നിറവേറാതെ അത് മാറിപ്പോകുന്നെന്ന് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, കർത്താവ് ഇന്ന് നിനക്ക് അനുകൂലമല്ലേ? ആമേൻ, ദൈവം നിന്നെ മറന്നു കളഞ്ഞോ എന്നൊക്കെ ചോദിക്കുന്നവരോട് കർത്താവ് പറയുന്ന ശബ്ദത്തിനായിട്ട് നമ്മുടെ കാതുകളെ ഓർക്കാം. ഇന്ന് പകൽക്കാലം ഈ വചനം നമ്മുടെ ഹൃദയങ്ങളെ തുളച്ച് ചെല്ലണം. ഹല്ലേലൂയ. എല്ലാ നിരാശകൾ ഇന്ന് പകൽക്കാലം മാറണം. ശത്രു നിന്റെ രണ്ട് ചെവിയിലും ഊതി കേൾപ്പിച്ചതായ അവൻ്റെ വാക്കുകൾ ഇന്ന് പകൽക്കാലം പുറം തള്ളിയിട്ട്, ആകാശവും ഭൂമിയും മാറിയാലും എൻ്റെ വചനം മാറത്തില്ലെന്നും ഞാൻ എന്നും നിന്നോട് കൂടെയുണ്ടെന്നും ഭയപ്പെടണ്ട, നിന്റെ പാപങ്ങൾക്കൊത്തവണ്ണം നിന്നോട് ചെയ്യാതെ, ആമേൻ, നിന്നോട് സ്നേഹം
കാണിച്ച് നിന്നെ വഴി നടത്തുന്ന ദൈവമാണെന്ന് അരുളി ചെയ്ത ദൈവത്തിൻ്റെ ശബ്ദത്തിനായിട്ട് നമ്മുടെ ഹൃദയങ്ങളെ ഇന്ന് പലകാലം ഏകാഗ്രമാക്കാം. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിനോടാണ് ഇതിൻ്റെ മറുപടി കർത്താവ് അരുളി ചെയ്തത്. സ്തോത്രം. പൗലോസ് പറഞ്ഞു, നീ എഴുതണം, ഞാൻ പറയുന്നത് നീ എഴുതണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 20-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. 2 കൊരിന്ത്യർ 1-ാം അധ്യായം 20-ാമത്തെ വാക്യം. ദൈവം പറഞ്ഞിങ്ങനെയാണ്, പൗലോസേ, നീ എൻ്റെ സഭയോട് പറയണം, എൻ്റെ വാഗ്ദത്തത്തെയും എൻ്റെ വചനത്തെയും എൻ്റെ ശക്തിയെയും അവിശ്വസിക്കുന്ന എൻ്റെ ജനത്തോട് നീ പറയണം, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അവനിൽ ഇന്നും അത് എന്നത്രേ. സ്തോത്രം. ഈ സഭായോഗത്തിൽ കർത്താവ് നമ്മോട് സംസാരിക്കുന്നത് ദൈവം നിന്നോടോ നിന്റെ കുടുംബത്തോടോ തലമുറയോടോ പറഞ്ഞിട്ടുള്ള ദൈവിക ഒരിക്കലും അതിനകത്തൊരു മാറ്റമില്ല എന്ന് തറപ്പിച്ച് ദൈവവചനത്തിൽ പൗലോസ് അപ്പോസ്തലനിലൂടെ ഇവിടെ രേഖപ്പെടുത്തുകയാണ്. ദൈവത്തിന്റെ വാഗ്ദത്തം ഉറപ്പുള്ളതാണ്. ദൈവം തരുന്ന വചനം ഇതാണ്, ദൈവത്തിൻ്റെ വാഗ്ദത്തം ഉറപ്പുള്ളതാണ്, ദൈവത്തിൻ്റെ വചനം മാറ്റമില്ലാത്തതാണ്. ഒരു ശക്തിക്കും ദൈവവചനത്തെ മാറ്റാൻ പറ്റത്തില്ല. ദൈവത്തിൻ്റെ വാഗ്ദത്തത്തെ അസാധ്യമാക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ വാഗ്ദത്തമുണ്ടെങ്കിൽ അവിടെ അസാധ്യതകൾ ധാരാളമുണ്ട്. ദൈവത്തിൻ്റെ വാഗ്ദത്തമുണ്ടെങ്കിൽ സാധ്യതകളല്ല അവിടെ കാണുന്നത്, അസാധ്യതകളാണ് മുഴുവൻ കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ഈ അസാധ്യതകളെ കണ്ടിട്ടാണ് കർത്താവ് വാഗ്ദത്തം ചെയ്തത്. പ്രൈസ് ദി ലോർഡ്. നിന്റെ രോഗത്തിന്റെ മൂർധന്യാവസ്ഥ കർത്താവ് കണ്ടിട്ടാ പറഞ്ഞത്, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാണെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നിന്റെ ജീവിതത്തിൽ കടന്നു വരുന്ന കൊടുങ്കാറ്റും തിരമാലയും കർത്താവ് വിദൂരമേ കണ്ടിട്ടാ പറഞ്ഞത്, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഈ വെള്ളം നിന്നെ മുക്കത്തില്ലെന്ന്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം പ്രതികൂലമായ സാഹചര്യങ്ങൾ കണ്ടിട്ട് ദൈവത്തിന്റെ വാഗ്ദത്തത്തെ അവിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവാത്മാവ് പറയുക, ദൈവത്തിന്റെ വാഗ്ദത്തം ഉറപ്പുള്ളത്. സ്തോത്രം. ഒന്നും കൂടെ പൗലോസിനോട് ദൈവം പറയാ, ഉറപ്പിക്ക്. സ്തോത്രം. അതിന്റെ 1-ാം അധ്യായം സ്തോത്രം 19-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ചേ. ദൈവപുത്രനായ യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഒരിക്കൽ ഊവ എന്നും മറ്റൊരിക്കൽ ഇല്ല എന്നും ആയിരുന്നില്ല. അവനിൽ ഊവ് എന്നേ അത്രയുള്ളൂ. കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഒരിക്കലും വാക്കു മാറ്റി പറഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പല ഭാഗത്തെ കർത്താവ് ഞാൻ ദൈവത്തിൻ്റെ പുത്രനാണെന്നും ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന നിങ്ങളുടെ മശികയാണെന്നും നിങ്ങളുടെ രാജാവാണെന്നും നിങ്ങൾ പറയുന്നത് സത്യമാണെന്നും പ്രവാചകന്മാർ ചൂണ്ടിക്കാണിച്ച ആ ക്രിസ്തു ഞാനാണെന്നും തറപ്പിച്ച കർത്താവ് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് കേട്ട യഹൂദന്മാർ യേശുവിനെ വിസ്തരിക്കാൻ വേണ്ടി പല കോടതിയിൽ കൊണ്ടുപോയപ്പോഴും അവിടെയും കർത്താവ് ഊവ എന്ന് തന്നെയാ പറഞ്ഞത്.
ഹല്ലേലൂയ. മതകോടതികളെ കണ്ട്, ശത്രു സൈന്യത്തെ കണ്ട് കർത്താവ് വാക്കു മാറ്റിയിട്ടില്ല. ഹല്ലേലൂയ. അത് തന്നെയാണ് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ എടുത്തു പറയുന്നത്. യേശു ക്രിസ്തു ഞങ്ങൾ പ്രസംഗിച്ച, ഞാനും സില്ലാനോസും തിമോത്തിയോസും ഒക്കെ പ്രസംഗിച്ച എൻ്റെ യേശു, ഹല്ലേലൂയ. സ്തെഫാനോസ് പ്രസംഗിച്ച എൻ്റെ യേശു, ഹല്ലേലൂയ. ആമേൻ. യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞ എൻ്റെ യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഒരിക്കൽ ഉവെന്നും മറ്റൊരിക്കൽ ഇല്ല എന്നും ആയിരുന്നില്ല. അവൻ മാറ്റമില്ലാത്തവനായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ആ വാഗ്ദത്തത്തെ പൗലോസോടെ ഉറപ്പിക്കുകയാണ്. ഇന്നും കർത്താവ് എന്നോട് അസാധ്യമെന്ന് പറഞ്ഞിട്ടില്ല. എന്നോട് യാചിച്ചു കൊള്ളുക, സ്തോത്രം, എന്നോട് അപേക്ഷിക്കുക, നീ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ ആ വചനം ഒന്നും കർത്താവ് തിരുത്തിയിട്ടില്ല. ഇപ്പം പ്രാർത്ഥിക്കരുത് കേട്ടോ, ഇനി എന്റെ നാമത്തിൽ നിങ്ങളൊന്നും ചോദിക്കരുത് എന്ന് കർത്താവ് ഇന്നുവരെ നമ്മോട് പറഞ്ഞിട്ടില്ല. ഈ എഴുതപ്പെട്ട ദൈവത്തിന്റെ വചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നതാണ്. ഒരു ശക്തിക്കും ഈ വചനത്തെ മാറ്റിക്കളയാൻ പറ്റത്തില്ല. അർദ്ധരാത്രിയിൽ സ്നേഹിതൻ വന്ന് വാതിലിൽ മുട്ടുകയാണ്. പല തടസ്സങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മക്കളോട് കൂടെ കിടക്കുന്നു, കടകടച്ചിരിക്കുന്നു, എഴുന്നേറ്റ് തരാൻ എന്നെ കൊണ്ട് കഴിയത്തില്ല. പിന്നെ എന്തിനോ അദ്ദേഹം വീണ്ടും വീണ്ടും മുട്ടിക്കൊണ്ടിരുന്നത്. അകത്തുനിന്ന് പല തടസ്സങ്ങൾ വന്നെങ്കിലും ഒരു ശബ്ദം പോലും കേട്ടില്ല. നീ ചോദിക്കുന്ന അപ്പം തീർന്നു പോയി, അപ്പം ഇവിടെ ഇല്ലെന്ന് പറഞ്ഞില്ല. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ലജ്ജ കൂടാതെ മുട്ടിയത്. പറയുകയാ, അസാധ്യമായിട്ടൊന്നുമില്ല, യഹോവയാൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ഇന്ന് വാഗ്ദത്തം ചെയ്തവൻ അത് നിവർത്തിക്കുവാൻ വിശ്വസിക്കുന്ന ദൈവമക്കൾ ശക്തിയോടുകൂടെ അതരം തുറന്ന് അല്പസമയം ദൈവത്തിന് സ്വന്തം ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്ത്. ദൈവത്തിന്റെ വചനം മാറ്റമില്ലാത്തവർ, മാറ്റമില്ലാത്തവർ. ഹല്ലേലൂയ. Praise the Lord. Hallelujah. Hallelujah. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ഊർന്നെന്ന് ഉറപ്പിക്കാൻ തന്റെ അനുഭവം പങ്കുവെക്കുകയാണ്. എന്നോടുള്ള ദൈവത്തിന്റെ വാഗ്ദത്തം എത്ര തടസ്സമുണ്ടെങ്കിലും അത് നിറവേറിയിരിക്കും. സ്തോത്രം. അതുപോലെ തന്നെയാണ് ആ ദൈവം നിങ്ങളോടും പറഞ്ഞ വാഗ്ദത്തം. സ്തോത്രം. ആമേൻ. ആസിയിൽ വെച്ച് ഞങ്ങൾക്കുണ്ടായ കഷ്ടം നിങ്ങൾ അറിയാതിരിപ്പാൻ ഞങ്ങൾക്ക് മനസ്സിലായത് അറിയിക്കുകയാണ്. ജീവനോടെ ഇരിക്കുമോ എന്ന് നിരാശ തോന്നുമാറ്. സ്തോത്രം. മരണത്തെ മുഖാമുഖം കണ്ടു. സ്തോത്രം. അപ്പോഴും എന്തുണ്ട്? വാഗ്ദത്തം പുറകിലുണ്ട്. ഹല്ലേലൂയ. മരണത്തെ മുഖാമുഖം കണ്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സകലരും പറഞ്ഞു, പൗലോസ് ഇപ്പോൾ വീഴും, ഇപ്പോൾ തീരും, ഇപ്പോൾ വീഴും, ഇപ്പോൾ തീരും. പൗലോസിനും തോന്നി. ഹല്ലേലൂയ. ജീവനോടെ ഇരിക്കുമോ എന്ന് തോന്നുമാറ്. സഹോദരൻ, കാര്യങ്ങൾ കൈവിട്ടുപോയി. പ്രൈസ് ദി ലോർഡ്. ആ സമയത്തും പൗലോസിന്റെ ഉള്ളിൽ ദൈവാത്മാവ് മന്ത്രിച്ചത്, നിന്നോടുള്ള വാഗ്ദത്തം മാറത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കൈവിട്ടു പോകുന്ന കാര്യങ്ങൾ ഇന്ന് പലകാലം കൈകളിൽ ഏന്തിക്കൊണ്ട്, ഹല്ലേലൂയ, ഇത് എന്നെ കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, ഇത് പ്രാർത്ഥിച്ചാലോ ഉപവസിച്ചാലോ ഒന്നും ഇതിനൊരു മാറ്റം വരികയില്ലെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ കൈവിടപ്പെട്ടു പോയ വിഷയത്തിന് കർത്താവ് പറയുകയാ, നിന്നോടുള്ള വാഗ്ദത്തം ഇന്നും ഊവെന്ന് തന്നെയാ, അത് മാറത്തില്ല.
യേശുവിന്റെ നാമത്തിൽ ആ വാഗ്ദത്തത്തെ മുറുകെ പിടിച്ചോ, ആ വാഗ്ദത്തത്തെ മുറുകെ പിടിച്ചോ. ഒഴുകി പോകുന്ന നിനക്ക് പിടിച്ചു തൂങ്ങാൻ ഒരു കച്ചി തുരുമ്പും കിട്ടിയിട്ടില്ലെങ്കിലും, ആമേൻ, നിന്റെ നിലവിളി കേൾക്കാൻ ഇവിടെ ഒരു ചെവിയും ഇല്ലെങ്കിലും, നിന്നെ സഹായിപ്പാൻ ആരുമില്ലെങ്കിലും, ഈ വചനത്തിന്റെ ശക്തിയെ നീ മുറുകെ പിടിച്ചോ. ആ വചനം നിന്നെ രക്ഷിക്കോ. സ്തോത്രം. ഈ സമയങ്ങളൊക്കെ വിശ്വാസം വർദ്ധിക്കണം. ജീവനോടെ ഇരിക്കുമോ എന്ന് ഭാരപ്പെട്ട സമയത്ത് ദൈവം പറഞ്ഞു, നീ മരിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. സ്തോത്രം. പക്ഷെ എൻ്റെ ഒരു വാഗ്ദത്തം മരിക്കാതെ നിന്നോട് കൂടെയുണ്ട്. പൗലോസേ, നിന്നോടുള്ളൊരു വാഗ്ദത്തം മരിക്കാതെ, ഹല്ലേലൂയ, വാഗ്ദത്തം തന്ന ഒരു ദൈവം മരണമില്ലാത്തവനായി നിന്നോട് കൂടെയുണ്ട്. അതുകൊണ്ട് നീ എന്ത് ചെയ്യണ്ട, നീ ഭാരപ്പെടണ്ട. അപ്പോഴേക്കും ദൈവമക്കൾ, ഈ പ്രശ്നങ്ങളുടെ നടുവിലാണ് നമുക്ക് ശക്തി വധിക്കുന്നത്. നല്ല ബുദ്ധി സാമർത്ഥ്യമൊക്കെ വരുന്നത് പ്രശ്നങ്ങളുടെ നടുവിലാണ്. മരണത്തെ മുഖമേ കണ്ടപ്പോൾ പൗലോസിന്റെ വിശ്വാസം വർദ്ധിച്ചു. പൗലോസ് ഏത് ദൈവത്തെയാണ് ആരും വിശ്വസിച്ചേ? സ്തോത്രം. ഏത് ദൈവത്തെയാ പൗലോസ് വിശ്വസിച്ചറിയാവോ? ഇച്ചിരിയും കൂടെ പൗലോസിന്റെ വിശ്വാസം ഗ്രോത്ത് കൂടി. ഒന്ന് വായിച്ചേ. 9-ാം വാക്യം. പ്രൈസ് ദി ലോർഡ്. പൗലോസിന്റെ വിശ്വാസം കണ്ടോ? വാഗ്ദത്തം എനിക്കുണ്ട്, പക്ഷേ ഞാൻ മരിച്ചാലും ആ വാഗ്ദത്തം നിവർത്തിക്കാൻ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ ഞാൻ ആശ്രയിച്ചു. മരണത്തിന് നീ ഏൽപ്പിച്ചു കൊടുക്കരുത്. ആമേ. മരണം നിന്റെ മുമ്പിൽ നിൽക്കുമ്പോഴും അസാധ്യതകൾ നിന്റെ മുമ്പിൽ നിർത്താൻ ചവിട്ടുമ്പോഴും നീ അതിനായി നിന്നെ ഏൽപ്പിച്ചു കൊടുക്കരുത്. അവിടെയും നിന്നെ ഉയർപ്പിക്കുന്ന, നീ മരിച്ചു വീണാലും നിന്നെ ജീവിപ്പിച്ചിട്ട്, ഹല്ലേലൂയ, നീ ഐസിയുവിൽ കയറിയാലും അവിടെ നിന്നെ പുറത്തു കൊണ്ടുവന്നിട്ട് നിന്നെ സൗഖ്യമുള്ളതാക്കി നിർത്തിയിട്ട് നിന്റെ മേൽ വാഗ്ദത്തം നിവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. Yes, 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 yes. Hallelujah, 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 hallelujah. ഇന്ന് പകൽക്കാലം നിന്റെ വിശ്വാസത്തിന്റെ ഒരു വർധന ഉണ്ടാകട്ടെ. അത് ശരീരത്തിൽ വെളിപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ. Hallelujah. Hallelujah. സ്തോത്രം. ആമേൻ. അപ്പൊ ഇതുവരെയുള്ള വിശ്വാസമല്ല. Praise the Lord. Hallelujah. നമ്മളെ കൈവിട്ട് പോയെന്ന് പറഞ്ഞാൽ പിന്നെ പോലും സാധ്യതയില്ലാതിരുന്ന സമയത്ത് മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ദൈവത്തിൽ ആശ്രയിച്ചു. എന്താ അതിനുള്ളതായ മൂലധനം? വാഗ്ദത്തമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വാഗ്ദത്തമാണ്. പൗലോസിനുള്ള വാഗ്ദത്തമാണ്. ഇന്ന് പലക്കാലം നിന്നോടുള്ള ഒരു ദൈവിക വിളിയും വാഗ്ദത്തം ഉണ്ടെങ്കിൽ, അമേ സ്വത്രം, കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ നീ വിശ്വസിക്കണം. ഹല്ലേലൂയ. അങ്ങനെയുള്ളവരാ ദൈവമക്കളെ ഈ പരീക്ഷയിൽ ജയിച്ചിട്ടുള്ളൂ. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. എത്ര കാലം കാത്തിരുന്ന് കിട്ടിയതാണ് ഇസഹാക്കിനെ. ആ ഇസഹാക്കിന്റെ മീതെ കത്തി ഉയർത്തി നിൽക്കുന്ന അബ്രഹാമിന്റെ വിശ്വാസം. ഹല്ലേലൂയ. അവിടെയൊക്കെ വിശ്വാസം, അതൊന്നും സാറായിക്ക് ആ വിശ്വാസമൊന്നുമില്ല. താഴെ നിൽക്കുന്ന ബാല്യക്കാർക്ക് വിശ്വാസമില്ല. ഇന്നലെ വരെ അബ്രഹാമിന് വിശ്വാസമില്ലായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കത്തി ഉയർത്തി നിൽക്കുന്ന അബ്രഹാമിനോട് ഒരു ചോദ്യം. അബ്രഹാമേ, നീ നിന്റെ മകനെ വെട്ടാൻ പോകുവാണോ? കാര്യങ്ങളെല്ലാം കുഴയുമല്ലോ ഇങ്ങനെയാണെങ്കിൽ. പ്രൈസ് ദി ലോർഡ്. നീ എങ്ങനെ നിന്റെ ദൈവത്തെ ഉയർത്തും? നീ എങ്ങനെ നീ മലയിറങ്ങി വീട്ടിലോട്ട് ചെല്ലും? ഭാര്യയുടെ മുമ്പിൽ നീ ഉത്തരം കൊടുക്കണം. കുഞ്ഞുമായിട്ട് രാവിലെ ഇറങ്ങിപ്പോയതാ. എന്റെ കുഞ്ഞെന്ത് എന്ന്
ഒത്തിരി നാൾ വിധവയായി നൊമ്പരം അനുഭവിച്ച സാറ ചോദിക്കും നിന്നോട് ഉത്തരം കൊടുക്കണം. താഴെ ബാല്യക്കാർ കഴുതിയുമായി നിൽപ്പുണ്ട്, അവർക്ക് ഉത്തരം കൊടുക്കണം. വീട്ടിൽ 318 അഭ്യാസങ്ങളുണ്ട്, അവർക്ക് നീ ഉത്തരം കൊടുക്കണം. എന്തിയാ നിന്റെ മകൻ? സത്രം. ഈ ചോദ്യങ്ങളെല്ലാം അബ്രഹാമിന്റെ മനസ്സിൽ കത്തി ഉയർത്തി നിൽക്കുമ്പോൾ ഉണ്ടായി. പക്ഷെ ആ സമയത്ത് ആ കത്തി അങ്ങനെ തന്നെ ഉയർത്തി നിൽക്കാൻ കാരണം എന്നറിയാവോ? അവന്റെ വിശ്വാസം വർദ്ധിച്ചു. ഈ ചാരത്തിൽ നിന്ന് എനിക്ക് എൻ്റെ ഇസഹാക്കിനെ മടക്കി കൊണ്ടുവരും. ഹല്ലേലൂയ. ആമേൻ. ഒരുപിടി ചാരം കൊണ്ട് ഞാൻ പോകുന്ന പരിപാടിയല്ല. പ്രൈസ് ദി ലോർഡ്. ഇന്നിവിടെ എൻ്റെ മകൻ യാഗമായി ചാരമായി മാറിയാൽ ഈ ചാരത്തിൽ നിന്ന് എനിക്ക് എൻ്റെ ഇസഹാക്കിനെ മടക്കി തരുന്ന ദൈവത്തിൽ അബ്രഹാം വിശ്വസിച്ചു. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് മുതൽക്കാണ് നിന്റെ വാഗ്ദത്തം. ആമേൻ. എത്ര ചാരമായാലും നഷ്ടപ്പെട്ടു പോയാലും അത് തിരികെ തരുന്ന ഒരു ദൈവം ഉണ്ടെന്ന് വിശ്വസിച്ച് സ്തോത്രം ചെയ്യ്. ചില കുടുംബത്തിനകത്ത് ഇന്ന് മുതൽക്കാലം ഈ വചനം ക്രിയ ചെയ്യുക. ചില വ്യക്തികളിൽ ഇന്ന് മുതൽക്കാലം ഈ വചനം ക്രിയ ചെയ്യുക. യേശുവിന്റെ നാമത്തിൽ. അതിനുശേഷം പൗലോസിന്റെ പ്രസംഗം കേൾക്കണോ? മരണത്തെ മുഖാമുഖം കണ്ടവൻ, വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തൻ എന്ന് വിശ്വസിച്ചപ്പോൾ. ആമേൻ. ഹല്ലേലൂയ. 10-ാം വാക്യം വായിക്കുക. 10-ാം വാക്യം 1:10. ഇത്ര ഭയങ്കര മരണത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ വിടുവിച്ചു, വിടുവിക്കുകയും ചെയ്യും, മേലാലും വിടുവിക്കും. പറഞ്ഞാൽ തീരുവോ? പറഞ്ഞാൽ തീരുവോ? മരണത്തിൽ നിന്ന് ഉയർപ്പിക്കുന്ന ദൈവത്തിൽ പൗലോസ് വിശ്വസിച്ചപ്പോൾ പൗലോസിനെ ദൈവം വിടുവിച്ചു. ഇന്നും വിടുവിക്കും, നാളെയും വിടുവിക്കും. ഇന്നലെ നിന്നെ വിടുവിച്ചവൻ ഇന്നും വിടുവിക്കാൻ ശക്തനാ. അവൻ ഇന്നു മാത്രമല്ല മറ്റന്നാളും വരും ദിനങ്ങളിലും നിന്നെ വിടുവിപ്പാൻ ശക്തനാ. ഇന്ന് പോലെക്കാലം നിനക്ക് നേരെ വാ പുലർക്കുന്ന അന്ധകാര ശക്തിയെ കണ്ട് നീ ഭയപ്പെടരുത്. നിനക്ക് നേരെ കണ്ണുരുട്ടുന്ന ശക്തിയെ കണ്ട് നീ ഭയപ്പെടരുത്. നിനക്ക് നേരെയുള്ള മന്ത്രവാദത്തെ കണ്ട് നീ ഭയപ്പെടരുത്. ഒരു അന്യാരാധനയും കണ്ട് നീ ഭയപ്പെടരുത്. നിന്നെ വിടുവിപ്പാൻ എന്റെ കർത്താവ് വിശ്വസ്തനാണ്. അവൻ ഇന്നലെ വിടുവിച്ചവൻ ഇന്ന് വിടുവിക്കും, അവൻ നാളെയും വിടുവിക്കും. യേശുവിന്റെ അധികാരമുള്ള നാമം. യേശുവിന്റെ നാമത്തിൽ ജയം. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വേഗം വാക്കുകൾ അവസാനിപ്പിക്കുക. ഇതിന്റെ ബാക്കി മറ്റൊരു ദിവസങ്ങൾ നമുക്ക് ധ്യാനിക്കാം. ഹല്ലേലൂയ. അതുകൊണ്ട് വാഗ്ദത്തമുള്ളവന് ഇതുപോലെ വിശ്വാസം വർദ്ധിക്കണം. ഹല്ലേലൂയ. വാഗ്ദത്തമുള്ളവന് വിശ്വാസം വർദ്ധിക്കണം. ആമേൻ. അതുകൊണ്ട് പ്രൈസ് ദി ലോർഡ് പൗലോസ് പറയുകയാണ്, വാഗ്ദത്തമുള്ളവന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. 11-ാമത്തെ വാക്യം. സ്തോത്രം. ഭയങ്കര പവറാ. വാഗ്ദത്തമുള്ളവന് വേണ്ടി എന്ത് ചെയ്യണം? പ്രാർത്ഥനയിൽ തുണയ്ക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, നമ്മളൊരു പ്രാർത്ഥനാ ലിസ്റ്റിൽ കയറുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്നാ ഭാഗ്യവാനെന്നറിയാവോ? ഒരു പ്രാർത്ഥനാ ലിസ്റ്റിൽ ഞാനും ഉണ്ട്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സഭയുണ്ടെന്നറിഞ്ഞാൽ അതെന്നാ ഭാഗ്യവാനെന്നറിയാവോ? എൻ്റെ ഫ്രണ്ട്സ് എല്ലാം കോടീശ്വരന്മാരാണ് എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് എൻ്റെ ഫ്രണ്ട്സ് എല്ലാം പ്രാർത്ഥിക്കുന്നവരാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആ ഒരു അനുഭവത്തിലേക്ക് നമ്മൾ മാറി വരണം കേട്ടോ. ആമേൻ. സ്തോത്രം. അല്ലാതെ പ്രാർത്ഥിക്കുന്നവരെ കാണുമ്പോൾ ഇച്ചിച്ചിയും വെറുപ്പൊന്നും തോന്നരുത്. പ്രൈസ് ദി ലോർഡ്. കോടികൾക്ക്
രാജാക്കന്മാർക്ക് ചെയ്തെടുക്കാൻ പറ്റാത്ത കാര്യമാ പ്രാർത്ഥനയിലൂടെ ചെയ്യുന്നത്. ആമേൻ, ഹല്ലേലൂയ. കോടികൾ മുടക്കി, പണം മുടക്കി ഇവിടുത്തെ മുതലാളിമാരെ കേന്ദ്രങ്ങളിൽ ഇടപാടുകൾ ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കുന്നവൻ രാജാവിനോട് സംസാരിക്കുന്നത്, ഉടയവനോട് സംസാരിക്കുന്നത്, ഉന്നതനോട് സംസാരിക്കുന്നത്, ദൈവത്തോട് സംസാരിക്കുന്നത്. നിനക്ക് വേണ്ടി ഒരുവൻ ദൈവത്തോട് സംസാരിക്കാനുണ്ടെങ്കിൽ ഇന്ന് വരെ വിശ്വസിച്ചോ, നിന്റെ ഭാവി സുരക്ഷിതമാ. ഹല്ലേലൂയ. അതുകൊണ്ട് വാഗ്ദത്തം ഉള്ളവരോട് എന്ത് ചെയ്തോണം? പ്രാർത്ഥനയിൽ തുടർന്നോണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങളുടെ കരങ്ങളെല്ലാവരും ഒന്ന് ചേർത്ത് പിടിച്ച് ഈ വചനവിടെ ഞാൻ അവസാനിപ്പിക്കുക. ആമേൻ. എല്ലാവരും ഒന്ന് കരങ്ങൾ ഇന്ന് ചേർത്ത്. വേദപുസ്തകമൊക്കെ നടച്ചു വെച്ചു. പ്രൈസ് ദി ലോർഡ്. വേദപുസ്തകമൊക്കെ നടച്ചു വെച്ചു. ഹല്ലേലൂയ. ഒന്ന് പ്രാർത്ഥിക്കാൻ പോകും. നിങ്ങളുടെ അടുത്തും വലത്തും ഇടത്തും ഒക്കെ ഇരിക്കുന്നവർക്ക് വാഗ്ദത്തമുണ്ട്. അവരുടെ തലമുറകൾക്ക് വാഗ്ദത്തമുണ്ട്. ഹല്ലേലൂയ. എന്നാൽ കൈവിടപ്പെട്ടു പോകുന്ന അനുഭവങ്ങളിലൂടെ നടക്കത്തില്ലെന്ന് ശത്രു പറയുമ്പോൾ പലപ്പോഴും ആസാബ് പറഞ്ഞതുപോലെ എൻ്റെ ദൈവമേ, തലമുറകളിലേക്ക് ആ വാഗ്ദാനം കൈമാറ്റപ്പെടത്തില്ലേ കർത്താവേ? ദൈവത്തിൻ്റെ ദയ തീർന്നു പോയോ? ദൈവം എന്നോട് കരുണ കാണിക്കുമോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ഇന്ന് പലക്കാലം ഉണ്ടെങ്കിൽ ആമേൻ, അതെല്ലാം ഒന്ന് മാറാൻ ഈ വാഗ്ദത്തമുള്ളവന് വേണ്ടി പ്രാർത്ഥന ഒന്ന് തുണച്ചേ. ഹല്ലേലൂയ. നിന്റെ പ്രാർത്ഥന ആമേ ഊമ വിഗ്രഹങ്ങളോടല്ല, ഒരു മരക്കുറ്റിയോടല്ല, ഒരു കല്ലിനോടല്ല. ഈ മകനെ, ഈ മകളെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാക്കിയ മെടഞ്ഞെടുത്ത സർവശക്തനായ സൃഷ്ടാവിനോടുള്ള പ്രാർത്ഥനയാ. കർത്താവേ, ഈ മകനോടുള്ള വാഗ്ദത്തത്തിന് വിരോധമായി പോരാടുന്ന എല്ലാ അന്ധകാരത്തിന്റെ ശക്തികളെ ഞങ്ങൾ സഭയായി ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ ബ്രേക്ക് ചെയ്യുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമം ചൊല്ലി ഈ മക്കളെ ഇന്ന് പകൽ അനുഗ്രഹിക്കുന്നു. മരണത്തിൽ നിന്ന് വിടിവിച്ചവർ ഇന്ന് വിടിവിക്കാൻ, ഇന്നലെ വിടിവിച്ചവർ ഇന്ന് വിടിവിക്കാൻ ശക്തനാണ്. കർത്താവിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുകയാണ്. ഈ വാഗ്ദത്തം നിവൃത്തി പ്രാപിച്ച് ദൈവത്തെ ശക്തിയോടെ സേവിപ്പാൻ എല്ലാ അനുഗ്രഹങ്ങളും നൽകണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് ഈ വചനത്താൽ നമ്മെ ഇന്ന് പകൽ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ ദൈവത്തിൻ്റെ വചനം മുറുകെ പിടിക്കുക. ആമേൻ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ അവനിൽ എത്രയുണ്ടെങ്കിലും അവനിൽ ഊവ് എന്ന് തന്നെ, ഊവ് എന്ന് തന്നെ.